ഹായ് ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ തിരിച്ച് നാട്ടിൽ പോകാനുള്ള സമയമായിട്ടുണ്ട്. 7 മാസം ഞാനിവിടെ ദുബായിലുണ്ടായിരുന്നു. ഞാൻ ഈ 13-ാം തീയതി നാട്ടിലേക്ക് തിരിച്ചു പോവാണ് കേട്ടോ. ജൂൺ 13-ാം തീയതി തിരിച്ചു പോവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് പർച്ചേസിങ്ങിനൊക്കെ ആയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുറച്ച് പർച്ചേസിങ് ഒക്കെ കഴിഞ്ഞു. ഞാനങ്ങനെ ഫുള്ളായിട്ട് അങ്ങനെ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടില്ല. ഇപ്പോൾ ഇനി കുറച്ചും കൂടി ചോക്ലേറ്റ് ഐറ്റംസ് ഒക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളങ്ങനെ ബിസ്മിയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ബിസ്മിയിൽ പോയിട്ട് നമുക്ക് സാധനങ്ങളൊക്കെ ഒന്ന് മേടിക്കാം. അങ്ങനെ ചോക്ലേറ്റൊക്കെ നോക്കിയിട്ട് അതൊക്കെ വാങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ ഡയറി മിൽക്കും അതുപോലെ അതിൻ്റെ അപരനെ ഒരു ഇത് കണ്ടിട്ട് അപ്പോൾ അത് നോക്കിക്കൊണ്ടിരിക്കണം എന്നിട്ട് രണ്ട് കാണുമ്പോൾ ഏകദേശം ഒരു സെയിം പോലെ തോന്നുന്നുണ്ട്, പക്ഷെ ടേസ്റ്റ് വ്യത്യാസമുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അതൊക്കെ വാങ്ങി. പിന്നെ കുറച്ച് ഈ ഐറ്റംസ് എന്താ പറയുക, സ്പ്രേ, ബോഡി ലോഷൻ അങ്ങനെയൊക്കെ അതൊക്കെ വാങ്ങി. അങ്ങനെ കുറേ സാധനങ്ങളൊന്നും വാങ്ങിയിട്ടൊന്നുമില്ല. നമുക്ക് ഒരു ലിസ്റ്റ് ഇട്ടുണ്ടായിരുന്നു കുറച്ച് സാധനങ്ങൾ, അത് മാത്രമൊക്കെ നമ്മൾ നോക്കി വാങ്ങി. അങ്ങനെ അതൊക്കെ മേടിച്ച് അതിൻ്റെ ഇടയിൽ എനിക്ക് മിനി കുനാഫ ചോക്ലേറ്റ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അത് ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് നോക്കിയതാണ്. അപ്പോൾ അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, അത് വാങ്ങി. പിന്നെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നടന്നപ്പോൾ ഇങ്ങനെ ഓരോ പാത്രങ്ങളും ബിരിയാണി പോട്ട് അങ്ങനെ ഫ്രൈ പാൻ അങ്ങനത്തെ ഓരോന്നും കണ്ടപ്പോൾ അതൊക്കെ ഒന്നും ഇങ്ങനെ നോക്കി. അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങി നേരെ ബില്ലടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഈ കാണില്ലത് അത് ഇത്രയൊക്കെ തന്നെ വാങ്ങിയിട്ടുള്ളൂ. ബില്ലടിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അധികം തിരക്കൊന്നുമില്ല, ഉച്ച നേരമാണ്. ഇപ്പോൾ സമയം 2 മണിയായിട്ടുണ്ടാവും. അതാണ് ഞാൻ കണ്ണും പൊത്തിയിട്ട് ഇങ്ങനെ നടക്കണത് കേട്ടോ. നല്ല വെയിൽ, മേലേക്ക് നോക്കാൻ പറ്റില്ല. അങ്ങനെ ഇനി നമ്മൾ പോകുന്നത് ദുബായ് ഫ്യൂച്ചർ മ്യൂസിയത്തിൽ കാണട്ടെ. അപ്പോൾ ഈ കാണുന്നില്ലേ ഇങ്ങനെ ഒരു റൗണ്ട് ഷേപ്പിൽ ഒരു തരം, ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു കണ്ണിൻ്റെ ഒരു ഷേപ്പ് പോലെയാണ് കേട്ടോ അത് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഇത് പുറത്തുനിന്ന് നമ്മൾ അകലിൽ നിന്ന് ഇങ്ങനെ കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ. ഇനി നമ്മളിതിൻ്റെ അടുത്ത് പോയി നോക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഫ്യൂച്ചർ മ്യൂസിയത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇവിടെ ഉള്ളിലേക്ക് കടക്കാൻ കുറച്ച് ഭാഗങ്ങളിൽ നമുക്ക് അങ്ങനെ ടിക്കറ്റിൻ്റെ ആവശ്യമൊന്നും, നമുക്ക് ഫ്രീ ആണ്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ പോയി അവിടെയൊക്കെ ഒന്ന് പോയി കണ്ട്. പിന്നെ മേലേക്കൊന്നും പോകാൻ പറ്റില്ല, കാരണം നല്ല നട്ടപ്പാറ വെയിലാണ്. അവിടെ നിന്ന് കഴിഞ്ഞാൽ കണ്ണ് പൊട്ടിപ്പോണ വെയിലുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞപ്പോൾ കുറച്ച് ആശ്വാസം ഉണ്ട് കേട്ടോ, ഫുൾ എ സി അല്ലേ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു റോബോട്ട് നായ്ക്കുട്ടി ഇങ്ങനെ നടക്കുന്നത് കാണാണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ട് പ്രത്യേകിച്ച് അങ്ങനെ ഇവിടെ കാണാമെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നില്ല, ഇങ്ങനെ കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുക്കുക, അത്ര മാത്രം തന്നെയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ്. ഫ്യൂച്ചർ മ്യൂസിയം കണ്ട് തിരിച്ചു പോവാണ്. നമ്മുടെ വണ്ടി ഒന്ന് ഞങ്ങൾ പോവാണ്. അങ്ങനെ നമ്മുടെ പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ്. ഇനി പ്രത്യേകിച്ച് ഒന്നും വാങ്ങാനും പിടിക്കാനും ഒന്നുമില്ല, എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ അടുത്തൊരു വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ ഇനി നാട്ടിൽ വെച്ചിട്ടാണ് വീഡിയോ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ.